ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദ ഇന്നലെ ഗാഥയുടെ കൂടെയാണ് കിടന്നതെന്നുള്ള ആ ഒരു വലിയ വിവരവുമായിട്ട് പറന്ന് പവിത്ര ദേ വന്നിരിക്കുന്നു. മോഹിനിക്കും അതുപോലെ തന്നെ പിങ്കിക്കും അരികിലേക്ക്. അവിടെ വന്ന് കയറിയതിന് ശേഷമാണെന്നുണ്ടെങ്കിലോ ഇത് കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിലെന്തോ ഒരു നിഗൂഢതയുണ്ടല്ലോ എന്ന് ഇവർക്കൊരു സംശയം. ഇന്നലെ വൈകുന്നേരം നന്ദ ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടിരുന്നു, അത് മുഖമല്ലാതെയാണ് ഇറങ്ങിപ്പോയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഗൗതം ഇപ്പോഴാണോ ചെയ്യുന്നത്? ഇത് എന്നേ ചെയ്യേണ്ടതായിരുന്നു എന്ന് പിങ്കി അന്നേരം അവിടെ നിന്ന് പറയാം. അല്ല, ഇപ്പം എന്താ പോലും ഇങ്ങനെ ചെയ്യാൻ? ഇനി പുതിയ എന്തെങ്കിലും പ്രശ്നം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്ന് പിങ്കി ചോദിച്ചപ്പോൾ അതെ. അല്ല, അതെന്താണെന്നൊന്ന് അറിയണമല്ലോ പിങ്കി. അപ്പോൾ അത് വേണം, അതറിയണം. എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്കത് വേണ്ട വിധത്തിലൊന്ന് കത്തിച്ചു കൊടുക്കാൻ പറ്റൂ എന്ന് പിങ്കി അവിടെ നിന്ന് മോഹിനിയായിട്ട് പറയണം. എന്തായാലും ഇത് ചെറിയൊരു പ്രശ്നമൊന്നുമല്ല, മുറിയിൽ നിന്ന് പുറത്താക്കണമെന്നുണ്ടെങ്കിൽ അത്ര വലിയ പ്രശ്നമായിട്ടാകും എന്ന് പറഞ്ഞു. എന്തായിരിക്കും ആ പ്രശ്നമെന്ന് ഇങ്ങനെ മോഹിനി ചോദിക്കുമ്പോൾ അത് നമ്മളൊന്ന് ആഞ്ഞു ശ്രമിച്ചാൽ അല്ലെങ്കിൽ ചിന്തിച്ചാൽ നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു പിങ്കി ഇങ്ങനെ പറയുക. മൂന്നെണ്ണങ്ങളും കൂടെ അവിടെ നിന്ന് ചിന്ത തുടങ്ങി. അതിന് ശേഷം നന്ദക്കരികിലേക്ക് വന്നു. അപ്പം നന്ദ ഇങ്ങനെ വന്ന് നിൽക്കുക. കണ്ടോ ചിന്തിച്ചുകൊണ്ടുള്ള ഒരു നിപ്പ്, കാര്യമായി എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പം നമുക്ക് ഇത്തിരി സഹതാപം ഭാവിച്ച് ചെന്ന് ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ 3 പേരും കൂടെ ചെല്ലുക. അപ്പോൾ പിങ്കി പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് പിങ്കി ബാക്കിൽ ഇങ്ങനെ ഒളിച്ച് നിൽക്കുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടെ ചെന്നു. നന്ദേ, നീ എന്താ ഇവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതെന്ന് ചോദിച്ചു. കാര്യം എന്താണെന്ന് പറ, ഞങ്ങളെ ആശ്വസിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പം ഈ വിഷമം അങ്ങനെയൊന്നും മാറുമെന്ന് തോന്നണില്ല എന്ന് പിങ്കി ബാക്കിൽ നിന്ന് പറയണു. അപ്പോൾ നന്ദ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. സങ്കടപ്പെട്ട് തന്നെ നിൽക്കുന്ന നന്ദയെ നോക്കി ഇവർ പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. നമുക്ക് ആശ്വസിപ്പിക്കാവുന്ന സങ്കടങ്ങൾക്ക് ഒരു പരിധിയില്ലേ എന്ന് പിങ്കി. ഇതിപ്പോൾ താലി കെട്ടിയ ഭർത്താവ് ബെഡ്റൂമിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചാൽ ആ സങ്കടം പെട്ടെന്ന് അങ്ങോട്ട് മാറുന്നതാണോ എന്നൊക്കെ പിങ്കി ചോദിച്ചു. നന്ദ കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. അയ്യോ, അത്രയും വലിയ പ്രശ്നമാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ, ഓരോരോ തലവരേ എന്നൊക്കെ പറഞ്ഞ് പവിത്രയും കളിയാക്കലിന് മോശമൊന്നുമില്ല. കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഗൗതം ഇവളെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഗെറ്റ് ഔട്ട് അടിച്ചെന്ന് വരുമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോഴേക്കും നമ്മുടെ നന്ദ പിങ്കിയുടെ അടുത്തേക്ക് ചെന്നു. അറിയാം, എനിക്ക് ശരിക്കും അറിയാം, നീ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നത് അതിനാണെന്ന്. ഗൗതം സാറിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകുന്നത് കാണാൻ. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഗൗതം നിന്നെ പടി അടിച്ച് പിണ്ടം വെക്കുന്നെന്താ, അതിന് യാതൊരു സംശയവും ഇല്ലാന്ന് പറഞ്ഞു. കേട്ടിട്ടില്ലേ നീ, സ്വഭാവം ശരിയല്ലാത്ത മനുഷ്യരെ രക്ഷിക്കാൻ ദേവേന്ദ്രൻ വിചാരിച്ചാൽ പോലും സാധിക്കില്ല എന്ന്? ആഹാ, നീ തന്നെ വേണം പിങ്കി അതൊക്കെ പറയാനായിട്ടെന്ന് നന്ദയും പറഞ്ഞു. സൽ സ്വഭാവത്തിൻ്റെയും സദ്ഗുണങ്ങളുടെയും ഒരു വല്ലാത്ത പ്രതിരൂപമാണല്ലോ നീ. അത് കൊള്ളാം, അതൊന്നും അല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ വിഷയം. ഗൗതം എന്തിനാ നിന്നെ മുറിയിൽ നിന്ന് ഇറക്കി വിട്ടത് അത് പറയാൻ പറഞ്ഞുകൊണ്ട് മോഹിനി അങ്ങോട്ടേക്ക് വന്നു. അപ്പം നന്ദയൊന്നും മിണ്ടുന്നില്ല. പറ നന്ദ, നീ പറ, നിന്നെ എന്തിനാ അവനെ ഇറക്കി വിട്ടത്? അത് പറയാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ എന്ന് നമ്മുടെ നന്ദ അന്നേരത്തേക്ക് ഇവരോട് പറഞ്ഞു. അപ്പോഴത്തേനും എല്ലാത്തിൻ്റെയും പല്ലും കണ്ടൊക്കെ ഇങ്ങനെ മിഴിച്ചു. അമ്മായി കേട്ടല്ലോ എന്ന് പിങ്കി പറഞ്ഞപ്പോൾ നന്ദേച്ചി എന്തിനാ അങ്ങനെ വഴക്ക് പറയുന്നത്? എൻ്റെ അമ്മയെ വഴക്ക് പറഞ്ഞാൽ അതൊക്കെ അങ്ങ് മിടിക്ക് കളിക്കല്ലേ. അമ്മയ്ക്ക് ഈ വീട്ടിലൊരു സ്ഥാനവും അധികാരം ഒക്കെ ഉണ്ടെന്ന് പവിത്ര പറഞ്ഞപ്പോൾ ഇല്ലെന്ന് ഞാൻ പറഞ്ഞോ? ആ അധികാരം നിൻ്റെയും അരുണിൻ്റെയും കാര്യത്തിലെടുക്കാം, എൻ്റെയും ഗൗതം സാറിൻ്റെയും കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞാൽ ഇടപെടണ്ട, അത്രേ ഉള്ളൂ എന്ന് നമ്മുടെ നന്ദ അങ്ങ് പറഞ്ഞു. ഇപ്പോൾ പവിത്രയ്ക്ക് പിന്നൊന്നും പറയാനില്ല. പവിത്ര ഇങ്ങനെ ചമ്മി നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു. എന്താ ഇവിടെ പ്രശ്നം, എന്താ വഴക്കുമല്ലാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ലക്ഷ്മിയോട് മോഹിനി കാര്യം പറയുകയാണ്. ഞങ്ങളിങ്ങനെ നന്ദയോട് ഒരു കാര്യം ചോദിച്ചു, ഇന്നലെ ഗൗതം നന്ദയെ പുറത്താക്കി വാതിലടച്ചു, അതിൻ്റെ കാരണം ചോദിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഞങ്ങളോട് പറഞ്ഞു അവളുടെ കാര്യത്തിൽ ഇടപെടേണ്ട, വായ അടച്ച് മിണ്ടാതിരുന്നോളണമെന്ന് അമ്മായിയോട് അവൾ കൽപ്പിച്ചെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കിടയിലേക്ക് ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും നീ കുത്തിക്കയറ്റുണ്ടെന്ന് പിങ്കിയോട് നന്ദയും പറഞ്ഞു. ഇടപെടേണ്ടെന്ന് നീ മുഖത്ത് നോക്കി പറഞ്ഞതല്ലേന്ന് ചോദിച്ചപ്പം അതെ, അത് ഞാൻ പറഞ്ഞതാ, അതിനിപ്പോൾ എന്താണെന്ന് ചോദിച്ചു നന്ദ. അപ്പം അമ്മായി കേട്ടല്ലോ, ഇതാണ് ഇവളുടെ അഹങ്കാരം. വെറുതെയാണോ ഗൗതം കഴുത്തിന് പിടിച്ച് മുറിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞപ്പോൾ എന്നും പറഞ്ഞ് നന്ദ പോണു. എന്താടി നിനക്കൊന്നും പറയാനില്ലെന്ന് പിങ്കി ചോദിച്ചു. മോളെ നന്ദ നോക്ക്, എന്താ ഇതൊക്കെ, മോളും ഗൗതവും തമ്മിൽ എന്താ എന്തെങ്കിലും വഴക്കുണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ ഗൗതം സാറിനെ പുറത്താക്കിയതൊന്നും അല്ലമ്മേ, ഞാനായിട്ട് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാണെന്ന് നമ്മുടെ നന്ദ അന്നേരം പറഞ്ഞു. പിന്നെ ഞങ്ങളതങ്ങ് വിശ്വസിച്ചു എന്ന് മോഹിനി. സ്വന്തം തെറ്റ് വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ എന്ന് പിങ്കി പറഞ്ഞപ്പോൾ പിങ്കി മോളെ മതി നിർത്ത്, നന്ദ മോള് കാര്യം പറയട്ടെ. മോളെ നീ കാര്യം പറയാൻ പറഞ്ഞു ലക്ഷ്മി. അത് പിന്നെ അമ്മേ, ഗൗതം സാർ ഇന്നലെ കുടിച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ നന്ദ പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്ത വിഷമമായി ലക്ഷ്മിക്ക്. ഇതാണോ ഇത്ര വലിയ കാര്യം? വല്ലപ്പോഴും 2 എണ്ണം കഴിച്ചുവെന്നും പറഞ്ഞ് മുറിമാറി കിടക്കുന്നവർ എന്തു പറയാനാ, വളർത്തു ദോഷം എന്ന് പറഞ്ഞ് മോഹിനി ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ.
അത് അങ്ങനെ അല്ലമ്മേ, മദ്യം കൈകൊണ്ട് തൊടാത്ത ആളാണ് സാറെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേന്ന് ചോദിച്ചു. എന്നിട്ട് മൂക്കറ്റം കുടിച്ചിട്ടാ വന്നിരിക്കുന്നതെന്ന് നമ്മുടെ നന്ദ പറഞ്ഞു. അപ്പോഴേക്ക് പിങ്കി ഇതൊക്കെ കേട്ട് ആസ്വദിക്കാം. അത് ഗൗതമോൻ്റെ കാര്യത്തിൽ മോശമായിട്ട് ഇതുവരെ ഒരു വാക്കുപോലും അമ്മ കേട്ടിട്ടില്ല, ഇതിപ്പോൾ ആദ്യമായിട്ടാന്ന് പറഞ്ഞു. അപ്പം എന്തോ ഒരു വലിയ പ്രയാസം സാറിന് മനസ്സിലുണ്ടമ്മേ, സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ് കൊണ്ടാവണ്ടെന്ന് കരുതി ഞാൻ അമ്മയോട് പറഞ്ഞതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ പറയുവാണേ. ആ ശരിയെന്ന് ലക്ഷ്മി സമ്മതിച്ചു. അതും പറഞ്ഞ് നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇവളെന്തോ കാര്യമായിട്ട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അമ്മായി, അല്ലെങ്കിൽ ഒരിക്കലും ഗൗതം അങ്ങനെ ചെയ്യില്ല. ഗൗതത്തിന് അതൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെന്താണെന്ന് പറയാൻ വയ്യാത്തത് കൊണ്ട് അവൾ പ്ലേറ്റ് മാറ്റി വെച്ചതാണെന്നൊക്കെ പിങ്കി പറഞ്ഞപ്പം നന്ദമോള് പറഞ്ഞത് കള്ളമൊന്നുമല്ല, അതെനിക്ക് മനസ്സിലാകുമെന്ന് നമ്മുടെ ലക്ഷ്മി. ഇപ്പം എങ്ങനെ ഇരിക്കുന്നതെന്ന് പിങ്കി മോളെ, ഏട്ടത്തിക്കേ നമ്മൾ പറയുന്നതൊന്നും വിശ്വാസമല്ല. അറിയാത്ത പിള്ള ചൊറിയും പറയട്ടെ, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നെണ്ണങ്ങളും അവിടെ നിന്ന് പോയി. ലക്ഷ്മി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ നന്ദ അടുക്കളയിൽ കയറി ചായ ഇടുക. എന്നിട്ട് ഗാഥയെ വിളിച്ച് ചായ വേഗം കൊണ്ടുപോയി കൊടുക്കുക, ഇഷ്ടമാവില്ല എന്നൊക്കെ പറഞ്ഞ് ഗൗതത്തിന് ചായയുമായിട്ട് ഗാഥയെ പറഞ്ഞു വിടുക. അപ്പോൾ വേണ്ട, ഗൗതം സാറിനെ വഴക്ക് പറയുമെന്ന് പറഞ്ഞപ്പം ഇല്ലെന്നേ, വഴക്കൊന്നും പറയില്ല, ഇന്നലെ കുടിച്ചതിൻ്റെ ആ ഒരു ഇതായിരിക്കും, അതൊക്കെ ഇറങ്ങിപ്പോയി, ഇപ്പോൾ പഴയ ആളായിട്ടുണ്ട്, ഒന്നും പേടിക്കണ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. നീ ഇത് കൊണ്ട് ചെല്ലുമ്പോൾ ഗൗതം സാറിൻ്റെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി കാണും, നീ നോക്കിക്കോ, നീ ഇത് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് പറഞ്ഞു വിടുക. അങ്ങനെ ചെല്ലുന്ന ഗാഥയെ എങ്ങനെ സാറ് ഉൾക്കൊള്ളും അല്ലെങ്കിൽ എങ്ങനെ കാണും എന്നുള്ള പേടിയിലാണ് അടുക്കളയിൽ നിന്ന് നന്ദ. ഗൗതമാണെങ്കിൽ തലയ്ക്കിങ്ങനെ ഭ്രാന്ത് പിടിച്ച് അവിടെ അങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്ത് ഗാഥ ചായയും കൊണ്ട് ചെല്ലുന്നത്. അപ്പോൾ സാർ ചായ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചായ വേണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ എന്ന് ഗാഥയോട് ഗൗതം ചോദിച്ചത് കേട്ടില്ലേ, എനിക്ക് എന്തെങ്കിലും വേണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോന്ന്. അപ്പം ഇല്ലയെന്ന് പറഞ്ഞു ഗാഥ. പിന്നെ എന്തിനാ ഇതും എടുത്ത് എഴുന്നള്ളിച്ച് എൻ്റെ മുന്നിലേക്ക് വന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ നന്ദേച്ചി പറഞ്ഞതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ ഗൗതത്തിന് ഭയങ്കര ദേഷ്യം. എന്നോട് ദേഷ്യപ്പെടാനായിട്ട് ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തോ എന്ന് നമ്മുടെ ഗാഥ ഗൗതത്തിനോട് ചോദിച്ചപ്പം ഞാൻ എന്തു പറയണമെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നീയാണോ തീരുമാനിക്കുന്നതെന്ന് ഗൗതം അന്നേരം ഗാഥയോട് ചോദിക്കുന്നു. കയ്യിലിരിക്കുന്ന ചായ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ നിന്റെ കൈകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും എനിക്ക് കൊണ്ടുവന്ന് തന്നേക്കരുത് എന്ന് നമ്മുടെ ഗൗതം ഗാഥയോട് പറയുന്നു. ഗാഥയ്ക്കാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനായി, പേടിയായി. ഇത് ഞങ്ങളുടെ വീടാണ്, ഇവിടെ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ അമ്മയുണ്ട്, ഭാര്യയുണ്ട്, സഹോദരങ്ങളുടെ സ്ഥാനത്ത് മറ്റു ആൾക്കാരും ഉണ്ട്. അവിടെ നീ ഇടച്ചു കയറി വരേണ്ട കാര്യമില്ല, അവരുടെ ഒന്നും ഗണത്തിലേ നീ ഇല്ല എന്നുള്ള കാര്യം ഗൗതം ഇങ്ങനെ പറയണം. അതൊക്കെ കേട്ട് നമ്മുടെ ഗാഥ ഇങ്ങനെ ആകെ വിഷമിച്ചു കേട്ടോ. ആരും അഭയമില്ലാത്തവരാണല്ലോ എന്ന് കരുതി ഇവിടെ കയറ്റി താമസിപ്പിച്ചു എന്നുള്ളത് ശരിയാ, അത് എൻ്റെയും എൻ്റെ അമ്മയുടെയൊക്കെ നല്ല മനസ്സ്, അത് അവകാശമല്ല, ഔദാര്യം മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദി അങ്ങോട്ടേക്ക് വന്നു. അറിയാം, എനിക്കതൊക്കെ അറിയാം, ആ നന്ദിയും കടപ്പാടും എൻ്റെയും അമ്മയുടെയും മനസ്സിലുണ്ടെന്നും അത് മറന്ന് ഞാനൊന്നും ചെയ്യില്ലെന്നും നമ്മുടെ ഗാഥ ഗൗതത്തിനോട് പറഞ്ഞു. അപ്പം എന്നോട് തർക്കിക്കാൻ വരണ്ട, മനസാക്ഷിയെ തൊട്ട് വേണം ഓരോ വാക്കും പറയാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം പറഞ്ഞു. ചായയും കാപ്പിയും ഊണും ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ എൻ്റെ വേണ്ടപ്പെട്ടവരോട് ചോദിച്ച് മേടിച്ച് കഴിച്ചോളാം, അന്യരാരും അതോർത്ത് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞപ്പം സോറി, ഇനി ഞാൻ വരില്ല, സോറി സാർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗാഥ അവിടുന്ന് പോവുക. തിരിഞ്ഞപ്പോൾ കാണുന്നത് നന്ദയെ കണ്ടപ്പോഴത്തേക്കും ഗാഥയ്ക്ക് സങ്കടം സഹിക്കാനായില്ല. ഗാഥ അവിടെ നിന്ന് അങ്ങ് പോയി. ഈ സമയത്ത് നമ്മുടെ നന്ദ ഗൗതത്തിൻ്റെ റൂമിലേക്ക് ചെന്നു. എന്താ സാറി കാണിച്ചതെന്ന് ചോദിച്ചു. അപ്പം നീയാണല്ലേ ചായയും കൊടുത്ത് അവളെ ഇങ്ങോട്ട് അയച്ചത്, അപ്പം അതിനെന്താ, ഗാഥ ഒരു മനുഷ്യജീവി തന്നെ അല്ലേന്ന് ചോദിച്ചു. ഏലിയനൊന്നും അല്ലല്ലോ എന്നൊക്കെ നമ്മുടെ നന്ദ ചോദിക്കുന്നു. അനിയത്തിയുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് കാണിച്ച ആറ്റിറ്റ്യൂഡ്, അത് ശരിയാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇതിനേക്കാൾ ഭേദം കൈ നീട്ടി അവളുടെ ചെകിട്ടത്തൊന്ന് കൊടുക്കുന്നതായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അനുജത്തിയുടെ പ്രായമുണ്ടെന്ന് കരുതി ഞാനെന്താ അനുജത്തിയായിട്ട് കാണണമെന്ന് ചോദിച്ചു. അനിയത്തിയായി കണ്ടാലും തെറ്റൊന്നും ഇല്ലയെന്ന് നമ്മുടെ നന്ദ അന്നേരം പറയാം. ഇത് കേട്ടപ്പോൾ ഗൗതം ഇങ്ങനെ നോക്കുക കേട്ടോ. അതിന് പോകുന്ന ഒരു മനസാക്ഷി, വിശാല മനസ്കതയും ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ നന്ദ. എന്താ അങ്ങനെ കരുതിക്കൂടെ സാറിന് ആ കുട്ടിയെ എന്ന് ചോദിച്ചപ്പോൾ കരുതാം, ഞാനങ്ങനെ കരുതാം, സമാധാനമായോ നിനക്ക്? പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഗാഥ പിറക്കേണ്ടത് എൻ്റെ അമ്മയുടെ വയറ്റിലായിരുന്നു എന്ന്. അത് കേട്ടപ്പോൾ നമ്മുടെ നന്ദ ഒന്ന് ഞെട്ടി. എൻ്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാത്ത ഒരാളെയും സഹോദര സ്ഥാനത്ത് കാണാൻ എനിക്ക് കഴിയില്ല, ഈ ജന്മം അതിന് കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയോട് ഗൗതം പറഞ്ഞു. കാര്യം മനസ്സിലായല്ലോ, അതുകൊണ്ട് മേലിൽ ആരെയും കീ കൊടുത്ത് എൻ്റെ മുന്നിലേക്ക് വിടണ്ട എന്നും പറഞ്ഞുകൊണ്ട് നന്ദയോട് ഗൗതം പറയുക. അതും കേട്ട് നമ്മുടെ നന്ദ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഗൗതം അപ്പോഴും ദേഷ്യത്തിൽ തന്നെ ഇരിക്കുന്നു. മുറിയിലിരുന്നിട്ടും ഗൗതത്തിന് ആ കലിപ്പങ്ങ് തീരുന്നില്ല. അപ്പോഴേക്കും അമ്മ ഗൗതത്തിൻ്റെ അടുത്തേക്ക് വന്നു.
നീ എന്നു മുതലാ ആളുകളോട് മോശമായി പെരുമാറാൻ പഠിച്ചു തുടങ്ങിയതെന്ന് ചോദിച്ചു. പറയടാ എന്ന് പറഞ്ഞ് അമ്മ ദേഷ്യപ്പെടുവാണേ. മറ്റുള്ളവരുടെ കണ്ണുനീരിൽ നീ എന്നു മുതലാ സന്തോഷം കണ്ടെത്തി തുടങ്ങിയതെന്നാ ചോദിച്ചത്. അമ്മേ വളച്ചു കെട്ടാതെ കാര്യം പറയാൻ പറഞ്ഞു. കാര്യം എന്താണെന്ന് നിനക്ക് അറിയാഞ്ഞിട്ടാണെന്ന് ചോദിച്ചു. ആ ഗാഥ ഒരു ചായ കൊണ്ടുവന്ന് തന്നു എന്ന് കരുതി ഇവിടെ എന്താടാ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് ചോദിച്ചു. എനിക്ക് ഇഷ്ടമല്ല, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിനിപ്പോൾ കരയേണ്ട കാര്യമൊന്നുമില്ലെന്ന് നമ്മുടെ ഗൗതം. നീ ആ കുട്ടിയോട് കാണിച്ചത് അത് എത്ര മോശമാണെന്നറിയോ? നീ ആ കാണിച്ചതിൻ്റെ ഇത് ആ കുട്ടിയുടെ മനസ്സ് വല്ലാണ്ട് വേദനിപ്പിച്ച് കളഞ്ഞു. എനിക്ക് അവളുടെ മനസ്സിന് നോക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മേ, എൻ്റെ അമ്മയ്ക്കും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ നോക്കുക കേട്ടോ. ഗൗതം അന്നേരത്തേക്കും എല്ലാത്തിലും വലുത് എനിക്ക് എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞു. അമ്മയുടെ ജീവിതമാണ് വലുതെന്ന് പറഞ്ഞു. മറ്റാരും വന്ന് അതിൽ കൈയിട്ട് വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മോനെ ഗൗതം നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് സമ്മതിച്ചിട്ടല്ലേടാ അവരിവിടെ താമസിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഗൗതത്തിന് പറയാനൊന്നുമില്ല. അല്ല ഒരു അഭയം കൊടുത്തു എന്ന് വെച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവരെന്ത് ലാഭം ഉണ്ടാക്കാനാന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ എൻ്റെ അമ്മയോട് ചെയ്ത ചതിയാണ് ആ പെൺകുട്ടി. എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ നിന്നും സുഖവും സന്തോഷം കൈയിട്ട് വാരിയവൾ ആ സ്ത്രീ. ഇത് ഞാൻ എങ്ങനെയാമ്മ എൻ്റെ അമ്മയോട് പറയുക എന്നും മനസ്സുകൊണ്ട് നമ്മുടെ ഗൗതം അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കാം. ഗൗതം എന്താണ് നീ ആലോചിക്കുന്നത്? കാര്യം പറയാനായിട്ട് അമ്മ മകനോട് പറയണം. എന്തോ ഒന്ന് നിന്റെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട്, എന്താണെന്ന് നീ പറയാനായിട്ട് ഇങ്ങനെ അമ്മ നിർബന്ധിക്കുവാണേ. മോനെ ഗൗതം നീ നോക്ക്, അമ്മയോട് പറയുക. മക്കളുടെ ആ മാറ്റം കണ്ടാൽ ഏറ്റവും ആദ്യം മനസ്സിലാകുന്നത് ആ അമ്മയ്ക്കാ. മുഖം മുഷിഞ്ഞു പോലും സംസാരിക്കാൻ മടിയുള്ളവനല്ലേ നീ. കാക്കി ഇടുമ്പോഴുള്ള നിന്റെ ഗൗരവം പോലും ഒരുതരം അഭിനയമാണെന്ന് അമ്മയ്ക്കറിയാം. അപ്പം നിന്റെ മനസ്സിൽ എന്തോ ഒരു ദുഃഖം കുടുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലെ ദേഷ്യം അതൊന്നും ഇല്ല അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇല്ല അമ്മേ എൻ്റെ മനസ്സിലൊന്നും ഇല്ലെന്ന് പറഞ്ഞ ഗൗതം ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എൻ്റെ ഉള്ളിൽ ആ ഒരു സങ്കടം നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ തീരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്താ മോനെ ഗൗതം ആരും ഇല്ലാത്തവരല്ലേടാ അവർ. ഒരു നിവർത്തി ഇല്ലാത്തത് കൊണ്ടല്ലേ മനുഷ്യർ അഭയാർത്ഥികളായിട്ട് മറ്റൊരാളുടെ വീട്ടിൽ താമസിക്കേണ്ടി വരുന്നതെന്ന് ചോദിച്ചു അമ്മ മകനോട്. ദേ ആ ഗതികേടിനോട് അനുകമ്പയും സ്നേഹവും ഒക്കെ കാണിക്കുകയല്ലേ വേണ്ടത്. അതിനു പകരം ഇങ്ങനെ അവഗണനയും പരിഹാസവും വിളമ്പിയാലോ? അവർക്കത് എത്രമാത്രം ഹേർട്ടാകുമെന്ന് മോനൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മേ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മളെക്കുറിച്ചാണെന്ന് നമ്മുടെ ഗൗതം അന്നേരം അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ സ്വൈര്യത്തെയും സമാധാനത്തെയും കുറിച്ചാണ് ഒരു കുടുംബത്തിൽ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും ഏത് സെൻറ്റിമെൻസും. മോനെ നമ്മൾ വാക്കു പറഞ്ഞതല്ലേടാ. അച്ഛൻ അവരോടുള്ള കടപ്പാട് തീരുന്നതാണോ എന്ന് ചോദിച്ചപ്പം അച്ഛൻ്റെ കടപ്പാടിൻ്റെ ഭാരം അത് അച്ഛൻ ചുമന്നോളും, നമ്മളാരും അത് ഏറ്റെടുക്കേണ്ട കാര്യമില്ലെന്ന് ഗൗതം പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ അതൊന്നും നമ്മുടെ കൺസേൺ അല്ല, നമ്മളതൊന്നും മൈൻഡ് ആക്കേണ്ട കാര്യവുമില്ല. അമ്മ ഇനിയും അതിൻ്റെ പേരിൽ അവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ട. അവർ രണ്ടുപേരും ഇനി ഈ വീട്ടിൽ താമസിക്കണ്ട എന്ന് നമ്മുടെ ഗൗതം പറഞ്ഞു. ഇന്നെങ്കിൽ ഇന്ന് എത്രയും പെട്ടെന്ന് അവരോട് ഇവിടെ നിന്ന് മാറാൻ അമ്മ പറയണം എന്ന് പറഞ്ഞപ്പോൾ മോനെ അത് അമ്മയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അതൊന്നും വേണ്ടടാ മോനെ, നീ എന്താ പെട്ടെന്ന് ഇങ്ങനെ അത് വേണം. ഞാനും എൻ്റെ അമ്മയൊക്കെ പാവങ്ങളാണ്. മറ്റുള്ളവരൊക്കെ നമ്മളെ ചതിക്കാനും വഞ്ചിക്കാനും ഒക്കെ നോക്കി നിൽക്കുന്നവരാ. അവർക്കതിനൊക്കെ പെട്ടെന്ന് പറ്റും. എടാ അവർ നമ്മളോട് എന്ത് തെറ്റാടാ ചെയ്തതെന്ന് ചോദിച്ചപ്പം ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചോ, പക്ഷെ മേലിൽ അന്യരാരും ഈ വീട്ടിൽ താമസിക്കണ്ട എന്ന് നമ്മുടെ ഗൗതം അമ്മയോട് പറയുന്നു. അതെൻ്റെ തീരുമാനമാണ്, അമ്മ എൻ്റെ കൂടെ നിന്നേ പറ്റൂ, നിൽക്കണം എന്നും പറഞ്ഞിട്ട് ഗൗതം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ലക്ഷ്മിക്കൊന്നും മനസ്സിലാകാതെ ലക്ഷ്മി ഇങ്ങനെ അമ്പരപ്പോട് കൂടി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണുമല്ലോ അല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.